CPIM പോളിറ്റ് ബ്യൂറോ ഇന്നും നാളെയുമായി ദില്ലിയിൽ ചേരും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തേക്കില്ല. ദേശീയ വികലാംഗ പുനരധിവാസ പദ്ധതിയിലെ കോടികൾ സംസ്ഥാനത്ത് ചെലവഴിക്കാതെ ലാപ്സ് ആവുന്നു. 3 കോടിയിലധികം രൂപ ചെലവാകാതെ കെട്ടിക്കിടക്കുന്നതായി രേഖകൾ. ഇന്ന് അഷ്ടമി രോഹിണി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. കൃഷ്ണ സർദാരിയുമായി കൂടിക്കാഴ്ച നടത്തി. സർബ്ജിത് സിംഗിന്റെ മോചനം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സർദാരി. വാണിജ്യബന്ധം ശക്തിപ്പെടുത്താനും ധാരണ. ഇന്ത്യ ന്യൂസിലാൻഡ് ആദ്യ T20 യുവരാജ് സിംഗ് കളിച്ചേക്കും. US ഓപ്പൺ ഫൈനലിൽ പേസ് സത്യത്തിന് തോൽവി. വനിതാ സിംഗിൾസിൽ സെറീന അസറങ്കെ ഫൈനൽ. വാർത്തകൾ വിശദമായി. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നും നാളെയുമായി ദില്ലിയിൽ AKG ഭവനിൽ ചേരും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് യോഗം ചർച്ച ചെയ്യും. കൽക്കരി കുംഭകോണ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചും യോഗം ചർച്ച ചെയ്യും. കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരില്ലെന്നാണ് സൂചന. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി എന്നിവർ കേരളത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കും. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രോട്ട് യു ബൈ സന്തുഷ്ടമായ ദാമ്പത്യത്തിന് ദിവ്യാമൃതം ആയുർവേദത്തിൽ നിന്നും ആധുനിക ലോകത്തിന് അമൃത്. ദേശീയ വികലാംഗ പുനരധിവാസ പദ്ധതിയിലെ കോടികൾ സംസ്ഥാനത്ത് ചെലവഴിക്കാതെ ലാപ്സ് ആവുന്നു. കാസർഗോഡ് ജില്ലയിൽ മാത്രം കഴിഞ്ഞ 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 84 ലക്ഷം രൂപ മാത്രം. 3 കോടി 17 ലക്ഷം രൂപ ചെലവഴിക്കാതെ വെറുതെ കിടക്കുന്നതായി രേഖകൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വികലാംഗർ ഉള്ള ജില്ലയിലെ പുനരധിവാസ പ്രവർത്തനത്തിനുള്ള തുകയാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. 2007 സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വികലാംഗരുള്ള കാസർഗോഡ് ജില്ലയിൽ ദേശീയ വികലാംഗ പുനരധിവാസ പദ്ധതി തുടങ്ങിയത്. ജില്ലാ പഞ്ചായത്തിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് നീക്കിവെക്കുന്ന തുകയാണ് NPRPDയുടെ സാമ്പത്തിക സ്രോതസ്. ഇതുവരെ 3,41,26,000 രൂപയാണ് ഇങ്ങനെ ലഭിച്ചത്. സംസ്ഥാന വികലാംഗ കോർപ്പറേഷന്റെ 60 ലക്ഷം അടക്കം 4,01,50,000 രൂപ ഇതുവരെ പദ്ധതിക്കായി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ 84,28,000 രൂപ മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത്. അതായത് പദ്ധതിക്കായി സ്വരൂപിച്ച തുകയുടെ 1/5. 10 താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളത്തിനായി ചിലവഴിച്ച 15 ലക്ഷം രൂപയും ഓഫീസ് പ്രവർത്തനത്തിനായി ഉപയോഗിച്ച 12,40,000 രൂപയും ഉൾപ്പെടെയാണിത്. ബധിരരുടെ പുനരധിവാസത്തിനായി 39 ലക്ഷവും മറ്റു വിഭാഗങ്ങൾക്കായി വിനിയോഗിച്ചത് 33 ലക്ഷവുമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. എൻഡോസൾഫാൻ ഇരകൾ പദ്ധതിയുടെ ഭാഗമല്ലെന്നും രേഖകളിലുണ്ട്. എൻഡോസൾഫാൻ പട്ടികയിൽപ്പെടാത്ത ഇരകൾക്ക് കൂടി ഉപകാരപ്പെടേണ്ട പദ്ധതിയാണിത്. പണമില്ലാത്തതിനാൽ എൻഡോസൾഫാൻ പുനരധിവാസം മുടങ്ങുമ്പോഴാണ് വികലാംഗക്ഷേമത്തിനുള്ള കോടികൾ വെറുതെ പാഴാവുന്നത്. എൻഡോസൾഫാൻ വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ജില്ലാ പഞ്ചായത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ പദ്ധതി എന്നതും ശ്രദ്ധേയമാണ്. സമീർ P. മുഹമ്മദ്, റിപ്പോർട്ടർ, കാസർഗോഡ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രോട്ട് യു ബൈ സന്തുഷ്ടമായ ദാമ്പത്യത്തിന്